UAE നമ്മൾ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഒന്നുകിൽ ടൂറിസത്തിനായിരിക്കും, അല്ല എങ്കിൽ ജോബ് സീക്കർ വിസ ആയിരിക്കും, അല്ല എങ്കിൽ നമ്മുടെ ഫാമിലിക്കൊക്കെ നമ്മളെ UAE കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ICP കുറെ കൂടി മേഖലകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലുള്ളവർക്കും ഇവന്റുകൾ നടത്തുന്നവർക്കും അതുപോലെ തന്നെ ക്രൂയിസ് കപ്പലുകൾ മറ്റ് വിനോദസഞ്ചാര മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ വിസിറ്റ് വിസയ്ക്ക് ആ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടും മാനുഷിക പരിഗണന, അതായത് ഹ്യൂമാനിറ്റേറിയൻ റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് UAE ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച്, നമുക്കറിയാം ലോകത്ത് പാലസ്തീനും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരാൾ UAE വന്നു കഴിഞ്ഞാൽ അവരുടെ മാനുഷിക പരിഗണന വെച്ച് അവർക്ക് വിസ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിധവകൾ, വിവാഹ മോചിതരായിട്ടുള്ള സ്ത്രീകൾ, അവരൊക്കെ നമുക്കറിയാം സമൂഹത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അവർക്കും വിസിറ്റ് വിസ നൽകും. അത് പ്രത്യേക കാറ്റഗറി ആയിട്ട് തന്നെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പുണ്ടായിരുന്ന ഈ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വിസിറ്റ് വിസ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് വിസ ഉണ്ടെങ്കിൽ അവരെയും കൂടി നമുക്ക് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാം. അതിൽ സാലറിയിൽ തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 15,000 ദിർഹം സാലറി ഉള്ള ആൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ തന്നെ UAE വിസിറ്റ് വിസയിൽ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പ്ലോറേഷൻ വിസ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിസ കാറ്റഗറി അവതരിപ്പിച്ചിട്ടുണ്ട്. UAE ബിസിനസ് ഇടാൻ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വിസിറ്റ് വിസ അനുവദിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ട്രക്ക് ഡ്രൈവർ വിസ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിസ, ട്രക്ക് ഡ്രൈവർമാർക്ക് വേണ്ടി മാത്രമുള്ള വിസിറ്റ് വിസ ഇപ്പോൾ അനുവദിക്കും. ഇതിന്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് കൃത്യമായിട്ടും അതാത് കാറ്റഗറിയിൽ കൊടുത്തേക്കും. അധികൃതർ അത് നീട്ടാൻ ഈ പറയുന്ന രീതിയിൽ അവർ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഇനി മുതൽ വിസിറ്റ് വിസ ടൂറിസത്തിന് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ മേഖലയിലും വിസിറ്റ് വിസ അനുവദിക്കുന്നതാണ്.